തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ ദുരുദ്ദേശപരമെന്ന അരൂരിലെ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. ഉയരപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കയറ്റുമതി മേഖലയിലും മണ്ഡലത്തിൽ വികസന മുരടിപ്പാണ്. UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഷാനിമോൾ ഉസ്മാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അരൂരിലെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടത്തെ സ്ഥാനാർത്ഥിക്ക് സമാനമായി തന്നെ ഷാനിമോൾ തന്നെയാണ് ഇപ്രാവശ്യവും അരൂരിൽ UDFന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ തന്നെ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. താങ്ക് യു. അരൂർ ഒരു പുതിയ സ്ഥലമല്ല, നേരത്തെയും പരിചയമുള്ള സ്ഥലമാണ്. എന്നിങ്ങനെയുള്ള ആത്മവിശ്വാസം 100% ഐക്യജനാധിപത്യ മുന്നണി അരൂരിൽ വിജയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വളരെ കാലേ കൂട്ടി തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അരൂരിന്റെ ഒരു മണ്ണ് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും അരൂരിൽ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ഉയർത്താൻ പറ്റിയ വികസന പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും എക്സ്പോർട്ടിന്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഈ ഉയരപ്പാതയുടെ കാര്യത്തിലാവട്ടെ, അതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തു. തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതായത് സംസ്ഥാനം കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. വിലക്കയറ്റം ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ പാചകവാതകത്തിന്റെ വില കൂടിയതും പാചകവാതകത്തിന്റെ അത് കിട്ടാനില്ലാത്ത ഒരു പ്രശ്നവും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അത്തരം വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കും. അതുപോലെ അരൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അരൂർ തുറവൂർ ദേശീയ പാതയുടെ അവിടെ ഉയരപ്പാതയുമായി ബന്ധപ്പെട്ട് 58 പേര് കൊല്ലപ്പെട്ട ഒരു പ്രദേശമാണ്. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തം അവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള DPR ഉണ്ടായിരുന്നില്ല, അത് സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വലിയ ആശങ്കയുണ്ട്. അതൊക്കെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് ഉണ്ടാക്കും. അതുപോലെ എക്സ്പോർട്ടിംഗ് മേഖലയാണ്. ആ മേഖല ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അതുപോലെ വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. നിരവധി വിഷയങ്ങൾ അരൂരുമായി ബന്ധപ്പെട്ടുണ്ട്. കുടിവെള്ളക്ഷാമം അടക്കം അത് പരിഹരിക്കാൻ നോക്കും. അരൂരിനെ സംബന്ധിച്ച്, അരൂരിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പ്രത്യേകിച്ചും താങ്കൾക്കെതിരായി പോലും പോസ്റ്ററുകൾ ചിലർ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലർ മാധ്യമങ്ങളോട് വിളിച്ച് താങ്കൾക്കെതിരെ വാർത്ത കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അരൂരില് കോൺഗ്രസിനകത്തോ ഐക്യജനാധിപത്യ മുന്നണിയുടെ അകത്തോ യാതൊരു തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നവും ഇല്ല. അത് മാത്രമല്ല, ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമാണ്, അരൂര് ജയിക്കുക, കേരളം പിടിക്കുക. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഏതായാലും ഷാനിമോൾ ഉസ്മാൻ ഡബിൾ സ്ട്രോങ് ആണ്. ആത്മവിശ്വാസത്തോടുകൂടി പ്രശ്നങ്ങളൊന്നും അരൂരിനെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും അരൂരിന്റെ കാര്യത്തിൽ കുറെ കൂടി ശക്തമായി പ്രവർത്തിക്കുവാൻ കോൺഗ്രസ് നേതൃത്വവും തയ്യാറെടുക്കുകയാണ്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.